ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് ദശകം 86. ധാരാളം കഥാസന്ദർഭങ്ങളുള്ള മഹാഭാരത യുദ്ധം, അതുപോലെ ഗീതോപദേശം, സാല്വൻ, ദന്തവക്ത്രൻ എന്നിവരുടെ വധം, അതൊക്കെ ഒരുപാട് സംഭവ വികാസങ്ങളുള്ള ഒരു ദശകമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ആ ദശകം ഒന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 86, സാല്വാദി വധവും ഭാരതയുദ്ധവും. സാല്യോ ഭൈഷ്മീ വിവാഹേ യദുബല വിജിതശ്ചന്ദ്രചൂഡാദ്വിമാനം വിന്ദൻ സൗഭം സമായേ ത്വയി വസതി കുരും ത്വത്പുരീമഭ്യഭാംക്ഷീത് പ്രദ്യുമ്നസ്തം നിരുന്ധ നിഖില യദുപടൈന്യഗ്രഹീരുഗ്രവീര്യം തസ്യാമാത്യം ദ്യുമന്ദം വ്യജനി ച സമര സപ്തവിംശത്യഹാന്ത താവത്വം രാമശാലീ ത്വരിതമുപഗത ഖണ്ഡിത പ്രായ സൈന്യം സൗഭേശം തം നിരുന്ധാ സകില ഗദയാ ശാർങ്ങമഭ്രംശയത്തെ മായാതാതം യഹിംസീദപി ച പുരത തത്വയാ വീക്ഷണാർത്ഥം ആജ്ഞായിത്യാഹുരേകേ തദിത അവമദം വ്യാസ ഏവ ന്യഷേധീത് ക്ഷിപ്ത്വാ സൗഭം ഗദാചൂർണിതമുദഗനിധൗ മംക്ഷു സാല്വേവി ചക്രേണോത്കൃത്തെ ദന്തവക്ത്ര പ്രസഭമഭിപതന്നഭ്യമുഞ്ജദ്ഗദാം തേ കൗമോദക്യാഹദോസാവപി സുകൃതനിധിശ്ചൈദ്യവത് പ്രാപദൈക്യം സർവേഷാമേഷ പൂർവം ത്വയി ധൃതമനസാം മോക്ഷണാർത്ഥോവതാര ത്വയ്യായാദേതജാതേ കില കുരു സദസി ദ്യൂതകേ സംയതായ ക്രന്ദന്ത്യായജ്ഞസേന്യാസ കരുണമകൃതാശ്ചേലമാലാവനന്ദാം അന്നാന്തപ്രാപ്ത ശർവാംശജ മുനിചകിത ദ്രൗപദീ ചിന്തിതോധ പ്രാപ്ത ശാകാന്നമശ്നൻ മുനിഗണമകൃതാ തൃപ്തിമന്ദം വനാന്തേ യുദ്ധോദ്യുഗേദമന്ത്രേ മിളതി സതി വൃത്യത ഫൽഗുനേന ത്വമേക കൗരവ്യേ ദത്തസൈന്യ കരിപുരമഗമോ ദൂത്യകൃത് പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനി സദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂ ജിഷ്ണോസ്ത്വം കൃഷ്ണ സൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിതമയി സഖേ നിത്യ ഏകോയമാത്മാ കോ വധ്യ കോത്രഹന്ത തദിഹ വദഭിയം പ്രോജ്യമയി അർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിമനയഥാ ദർശയൻ വിശ്വരൂപം ഭക്തോ തം സേധ ഭീഷ്മേ തവ ധരണിവരക്ഷേപകൃത്യൈകസക്തേ നിത്യം നിത്യം വിബിന്ദത്യവനിഭൃതയുധം പ്രാപ്തസാദേ ച പാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഹദരിവരം ധാരയൻ ക്രോധശാലീ വാധാവൻ പ്രാഞ്ജലിം തം നദശിരസമധോ വീക്ഷ്യമോദാത് അപാഗാ യുദ്ധേ ദ്രോണസ്യ ഹസ്തിസ്ഥിരരണ ഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാധത്ത ചക്രസ്ഥഗിത രവിമഹാപ്രാഗ്ധയത് സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലീം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകാർഷീത് യുദ്ധാദൗ തീർത്ഥഗാമീ സഖലു ഹലധരോ നൈമിഷക്ഷേത്രമൃച്ഛന്ന പ്രത്യുത്ഥായി സൂദക്ഷയകൃതദ സുതം തത്പദേ കൽപ്പയിത്വാ യജ്ഞഘ്നം വല്വലം പർവണി പരിതലയൻ സ്നാദതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധനരണമശമം വീക്ഷ്യയാദ പുരീം തേ സംസുപ്ത ദ്രൗപദേ യക്ഷപണഹദധിയം ദ്രൗണിമേത്യത്തുദുക്ത്യാ
തന്മുക്തം ബ്രാഹ്മമസ്ത്രം സമഹൃത വിജയോ മൗലിരത്നം ച ജഹ്രേ ഉച്ചിത്യൈ പാണ്ഡവാനാം പുനരഭിചവിശത്യുത്തരാഗർഭമസ്ത്രേ രക്ഷന്നങ്കുഷ്ഠമാത്ര കില ജഠരമഗാചക്രപാണിർവിഭോ ത്വം ധർമ്മൗഘം ധർമ്മസൂനോരവിദദഖിലം ഛന്ദമൃത്യുഃ स ഭീഷ്മ സ്വാം പശ്യൻ ഭക്തിഭുന്മേ അവഹി സപദീയയൗ നിഷ്കളബ്രഹ്മഭൂയം സംയാജ്യാധാശ്വമേധൈസ്ത്രിഭിരതിമഹിതൈ ധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തോ ദ്വാരകാം ത്വം പവനപുരപദേ പാഹി മാം സർവരോഗാത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. കഴിഞ്ഞ ദശകത്തിന്റെ അവസാനത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ യുധിഷ്ഠിരന്റെ സഭയിലേക്ക് വന്ന ദുര്യോധനൻ കുറച്ചൊരു ഇളിഭ്യനാവുന്ന പോലെ. അപ്പോ ആ ദുര്യോധനനെ പരിഹസിക്കുന്ന വിധത്തില് പാഞ്ചാലിയും ഭീമസേനനും കൂടി അവിടെ ഒരു കളിയാക്കുന്ന വിധത്തിലുള്ള ഒരു ചിരി ഉണ്ടായിരുന്നു. അതിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാനും കൂടി പ്രോത്സാഹിപ്പിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മഹാഭാരത യുദ്ധം എന്നുള്ള വലിയൊരു സംഭവത്തിന്റെ ഒരു ബീജാങ്കുരണമായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനി ആ കഥകളിൽ കൂടിയാണ് നമ്മൾ ഇവിടെ ഈ 86-ാമത്തെ ദശകത്തില് സഞ്ചരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാൻ അവിടെ രാജസൂയ യാഗത്തിന് കുടുംബസമേതം അവിടെ യുധിഷ്ഠിരന്റെ രാജധാനിയിലായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ആ സമയത്ത് ഇവിടെ സാല്വൻ എന്ന ഒരു കുരുദേശത്ത് താമസിക്കുന്ന ആളാണ്. അയാളെ രുക്മിണി സ്വയംവരത്തിന്റെ സമയത്ത് യാദവ സൈന്യം തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാനോട് യുദ്ധം ചെയ്യാൻ വന്നവരില് ദന്തവക്ത്രൻ, സാല്വൻ, ശിശുപാലൻ അവരൊക്കെ കൂടിയാണ്, എല്ലാവരും കൂടിയാണല്ലോ വന്നത്, ശിശുപാലന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകള്. അപ്പൊ അവരെയൊക്കെ ആ യാദവ സൈന്യം, ബലരാമസ്വാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന യാദവ സൈന്യം തോൽപ്പിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തുടങ്ങിയതാണ് വിരോധം സാല്വന് ഭഗവാനോടും അതുപോലെ തന്നെ മുഴുവൻ യാദവ വംശത്തിനോടും. അപ്പൊ എല്ലാ യാദവ വംശത്തെയും നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തപസ്സനുഷ്ഠിച്ചു. ശിവനെ തപസ്സനുഷ്ഠിച്ചു. അപ്പൊ അത് വളരെ അതികഠിനമായിട്ടുള്ള തപസ്സായിരുന്നു എന്നാ പറയുന്നത്. എല്ലാം ഭക്ഷണം, മണ്ണ് മാത്രം ഭക്ഷിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതികഠിനമായിട്ടുള്ള തപസ്സായിരുന്നു. അങ്ങനെ ശിവനെ പ്രീതിപ്പെടുത്തി ശിവനിൽ നിന്ന് ഒരു വിമാനം, സൗഭം എന്ന ഒരു വിമാനം സമ്പാദിച്ചു എന്നാണ്. ആ വിമാനത്തിന് കുറച്ച് മായാവിദ്യകളൊക്കെ ഉണ്ട്. അതൊരു പട്ടണം പോലെയാണ്. എവിടെ പോണെന്ന് വെച്ചാലും അതിലിരുന്ന് ആഗ്രഹിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിമാനമാണ്. അപ്പോ ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല, ഇത് എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അഹങ്കാരമൊക്കെ ആ സാല്വന് ഉണ്ടായിരുന്നു. അപ്പോ അവിടെ ഭഗവാൻ ഹസ്തിനപുരിയില് അവരുടെ യുധിഷ്ഠിരന്റെ ഒക്കെ കൂടെ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് യാഗമൊക്കെ വളരെ ഭംഗിയായിട്ട്, രാജസൂയ യാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് സമയം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ താമസിക്കുന്ന സമയത്ത് ഒരു മായാപ്രയോഗങ്ങളൊക്കെ അറിയുന്ന ആളാണ് ഈ സാല്വൻ. അങ്ങനെ ദ്വാരകയെ ആക്രമിച്ചു. അപ്പൊ പ്രദ്യുമ്നനാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രദ്യുമ്നൻ ആ യാദവ ഭടന്മാരെയൊക്കെ മുഴുവൻ ചേർത്ത് അവനെ തടുത്തു നിർത്തി. പിന്നെ മന്ത്രിയായിട്ടുള്ള, വളരെ ധീരനായിട്ടുള്ള ദ്വിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രിയുണ്ട്. വളരെ പരാക്രമശാലിയായിട്ടുള്ള ഒരു ആളാണ്, നല്ലൊരു യോദ്ധാവാണ്. അങ്ങനെ 27 ദിവസത്തോളം ആ യുദ്ധം നീണ്ടു നിന്നു എന്നാ പറയുന്നത്. അങ്ങനെ അപ്പൊ അവിടെ യുധിഷ്ഠിരന്റെ രാജധാനിയിൽ താമസിക്കുന്ന സമയത്ത് ചില ദുർനിമിത്തങ്ങളൊക്കെ
കാണാനിടയായി. അപ്പൊ ദ്വാരകയില് എന്തൊക്കെയോ ചില സംഭവങ്ങള് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭഗവാൻ ബലരാമനോടുകൂടി വരികയാണ് ദ്വാരകയില് വന്ന് പിന്നെ യുദ്ധം ചെയ്യാണ്. അപ്പോഴേക്കും ആ സാല്വന്റെ സൈന്യത്തെയൊക്കെ ഏകദേശം പ്രദ്യുമ്നനും അദ്ദേഹത്തിന്റെ മന്ത്രിയായിട്ടുള്ള ദ്യുമാൻ അവരൊക്കെ കൂടി വധിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി അപ്പൊ ഈ സൗഭേഷൻ എന്നും കൂടി പറയുന്നുണ്ട് ഈ സാല്വനെ. ആ സൗഭം എന്ന ആ വിമാനം ഉള്ള ആള്, അതാണ് സൗഭേഷൻ. അപ്പൊ ഭഗവാൻ എത്തിക്കഴിഞ്ഞപ്പോ ഭഗവാന്റെ ശാർങ്ങം എന്ന ചാപത്തെ അവൻ തെറിപ്പിച്ചു കളഞ്ഞു എന്നാണ്, അവന്റെ ഗത കൊണ്ട്. അപ്പോ പെട്ടെന്ന് അങ്ങനെ ആയുധം കയ്യിൽ നിന്ന് വീണു പോകുമ്പോ ആർക്കായാലും കുറച്ചൊരു പരിഭ്രമം ഉണ്ടാവും. പക്ഷെ ഭഗവാന് അങ്ങനെ ഒരു പരിഭ്രമമൊന്നുമില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി അയാൾ ചെയ്തു, ഒരു മായാ വസുദേവരെ സൃഷ്ടിച്ചു എന്നാണ്. ഇപ്പൊ രാമായണത്തിലെ മായാ സീതയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ലേ, എന്നിട്ട് വധിച്ചു, അപ്പൊ അതൊക്കെ കാണിച്ചു, അങ്ങനെ ആ കഥകളുണ്ടല്ലോ. അതിനോട് സാമ്യമുള്ള പോലെ ഇവിടെ മായ കൊണ്ട് വസുദേവരെ, ഭഗവാന്റെ പിതാവായിട്ടുള്ള വസുദേവരുടെ രൂപമുണ്ടാക്കി എന്നിട്ട് വധിച്ചു കാണിക്കുകയാണ്. അപ്പൊ ശരിക്കും പെട്ടെന്ന് കാണുമ്പോ അത് വസുദേവരെ വധിച്ചു എന്ന് തന്നെ തോന്നുന്ന വിധത്തിലാണ്. അപ്പൊ ഭഗവാന് പോലും സംശയം ഉണ്ടായോ, കുറച്ചു സമയത്തേക്ക് പെട്ടെന്ന് ഒരു സംശയം ഉണ്ടായോ എന്ന് ചിലരൊക്കെ പറയുന്നു. പക്ഷെ വ്യാസര് ഇല്ല, ഭഗവാൻ ഒരിക്കലും അങ്ങനത്തെ സംശയങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഭഗവാൻ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. വ്യാസ ഭഗവാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഭഗവാൻ ആ സാല്വനെ പിന്നീട് അവനെ വെച്ചിരിക്കാൻ പറ്റില്ല, പിന്നെ ഭഗവാന്റെ കൈകൊണ്ട് മരണം ലഭിക്കാനുള്ള ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ എത്തിപ്പെട്ടത് ഭഗവാൻ, അവിടെ ആ സമയത്ത് കൃത്യമായിട്ട്. അങ്ങനെ ഭഗവാൻ ഉടനെ തന്നെ സാല്വനെ വധിച്ചു. സാല്വന്റെ ആ വിമാനം, സൗഭം എന്നുള്ള വിമാനത്തെ ഭഗവാന്റെ കൗമോദകി എന്ന ഗദ കൊണ്ട് തല്ലി പൊട്ടിച്ച് സമുദ്രത്തിൽ തള്ളി എന്നാ പറയുന്നത്. അപ്പൊ ആരാലും നശിപ്പിക്കപ്പെടില്ല, മനുഷ്യരാലും മൃഗങ്ങളാലും അല്ലെങ്കിൽ ദേവന്മാരാലും ഒന്നും നശിപ്പിക്കപ്പെടില്ല എന്നൊക്കെയുള്ള വരം ലഭിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വിമാനം കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഭഗവാന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഭഗവാന്റെ മുന്നിൽ ഇതൊന്നും, ഈ പ്രതിജ്ഞകളോ ഇതൊന്നും അവിടെ വിലപ്പോവില്ലല്ലോ. അങ്ങനെ സാല്വനെ സുദർശനം കൊണ്ട് കഴുത്തറുത്ത് കൊന്നു. അപ്പൊ സാല്വന്റെ ഒരു വലിയ സുഹൃത്താണ് ദന്തവക്ത്രൻ ചാടി വീണു. അപ്പൊ ആ ദന്തവക്ത്രനെ ഗദ കൊണ്ട് അടിച്ചു. ഭഗവാന്റെ കൗമോദകി എന്ന ഗദ കൊണ്ടാണ് അവന് മരണം സംഭവിച്ചത്. അപ്പൊ രണ്ടുപേരും ഭഗവാന്റെ കൈകൾ കൊണ്ട് മരണത്തെ വരിച്ചു. അപ്പൊ അവർക്ക് മോക്ഷം തന്നെ. അപ്പൊ ഏതു വിധത്തില് അനുകൂലമായിട്ടായാലും പ്രതികൂലമായിട്ടായാലും ഭഗവാനെ മനസ്സുകൊണ്ട് എപ്പോഴും ധ്യാനിക്കുന്നവർക്ക് ശത്രുഭേദമില്ലാതെ തന്നെ മോക്ഷം കൊടുക്കുന്ന ആളാണ് ഭഗവാൻ എന്ന് അതാണ് കൃഷ്ണാവതാരത്തിന്റെ മഹത്വം. ഏത് വിധത്തിൽ ഭഗവാനെ സേവിച്ചാലും അല്ലെങ്കിൽ ധ്യാനിച്ചാലും, ഇപ്പൊ ഇവിടെ വിരോധ ഭക്തി കൊണ്ടാണ്. അപ്പൊ അവരുടെ 3 ജന്മങ്ങളിലെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, അത് കഴിഞ്ഞ് രാവണൻ, കുംഭകർണൻ, അത് കഴിഞ്ഞ് ഇവിടെ ശിശുപാലൻ, ദന്തവക്ത്രൻ. അപ്പൊ അങ്ങനെ അവരുടെ ആ പരമ്പര പറയുന്നുണ്ട്, ഓരോ ജന്മങ്ങള്. അപ്പോ ഓരോ ജന്മത്തിലും അവർക്ക് ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ മരണം സംഭവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്നാണ്. കാരണം സംരംഭയോഗേന എന്ന് പറഞ്ഞിട്ടുണ്ട്. വിരോധഭാവത്തിലുള്ള ഭക്തി കൊണ്ട്, ഭക്തിയാണത്, അത് ഒരു തരത്തിലുള്ള ഭക്തിയാണ്. കാരണം മഹർഷിമാർക്ക് പോലും അത്രയും ഏത് സമയവും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല. ചിലപ്പോഴൊക്കെ അവർക്ക് പോലും ചിലപ്പോ കുറച്ച് മനസ്സിൽ ചാഞ്ചല്യം ഉണ്ടാവും. പക്ഷെ ഇവിടെ എപ്പോഴും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുക്തി അവർക്ക് ലഭിച്ചത് എന്നാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ യാജ്ഞസേനി എന്ന് പറഞ്ഞാൽ അത് പാഞ്ചാലിയുടെ വേറൊരു പേരാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാഞ്ചാലിയുടെ സ്വയംവരത്തിന്റെ കഥ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു യജ്ഞത്തിൽ നിന്ന് ഉദ്ഭവിച്ചവളാണ് യാജ്ഞസേനി. അപ്പൊ അവിടെ
ഭഗവാൻ എന്തൊക്കെയാണ് പാണ്ഡവർക്ക് ചെയ്തു കൊടുത്തത്. ഭാരത യുദ്ധത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. വളരെ കാലം പാണ്ഡവരെ ഭഗവാൻ എങ്ങനെയാണ് സംരക്ഷിച്ചത്, ഏതൊക്കെ വിധത്തിലാണ് ഭഗവാന്റെ സംരക്ഷണം അവർക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് വേണ്ട സംരക്ഷണം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അവര് തികഞ്ഞ ഭക്തരാണ്, ഭഗവാന്റെ സ്വന്തം ആളുകളാണ്, സുഹൃത്തുക്കൾ പോലെയാണ്. പിന്നെ അവരെപ്പോഴും ഒരിക്കലും ഭഗവത് സ്മരണ ഇല്ലാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നും ഭഗവാന്റെ സ്മരണയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. കുന്തി ദേവി അച്ഛന്റെ പെങ്ങളാണ്. കൂടാതെ എപ്പോഴും ഭഗവാൻ അടുത്ത് വേണം, അതിനുവേണ്ടി ദുഃഖം സഹിക്കാനും കൂടി തയ്യാറാണ്. എപ്പോഴും എനിക്ക് ദുഃഖം തന്നോളൂ എന്നാണ്. ദുഃഖം തരുമ്പോ, ദുഃഖമുണ്ടാവുമ്പോ ഞാൻ കൂടുതൽ അങ്ങയെ വിളിക്കുന്നതാണ്. അങ്ങനെ പറയുന്ന ആളുകളുടെ എന്ത് പ്രശ്നങ്ങളെയും ഭഗവാൻ പരിഹരിക്കും എന്നുള്ളതിന്, അല്ലെങ്കിൽ എപ്പോഴും അവർക്ക് ഭഗവാന്റെ സാമീപ്യം, സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതിന് തെളിവുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ വലിയൊരു സംഭവമാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപം. അത് വലിയൊരു മഹാപാതകമായിട്ടുള്ള ഒരു സംഗതിയാണ്. അവിടെ ഭഗവാൻ അവിടുന്ന് അവരുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് ദ്വാരകയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കള്ളച്ചൂത് കളിക്കാനായിട്ട്, അത് വലിയൊരു സംഭവമായിട്ട് നമുക്കറിയാം. ആ കള്ളച്ചൂതില് പാണ്ഡവരെ തോൽപ്പിക്കുമ്പോ അവർക്ക് പിന്നെ എല്ലാം പണയം വെക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വയം അവര് തന്നെത്താനെ പണയം വെക്കുകയാണ്. പാഞ്ചാലിയെ പണയം വെക്കുകയല്ല ചെയ്തിട്ടുള്ളത്, പക്ഷെ അവര് സ്വയം അടിമകളായി പോയി. അല്ലെങ്കിൽ അവർക്ക് ഒന്നും തിരിച്ചു പറയാനില്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് പാഞ്ചാലിയെ സഭയുടെ മധ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് മുടി പിടിച്ചു കൊണ്ടുവന്ന് വലിച്ച് അവളുടെ വസ്ത്രം അഴിക്കാനായിട്ട് വസ്ത്രാക്ഷേപം ചെയ്യാണ്. അങ്ങനെ ഭഗവാൻ എന്താണ് ചെയ്തത്? ഭഗവാൻ അനന്തമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുത്തു എന്നാണ്. ചേലമാലാം അനന്തം, ഈ അഴിക്കാൻ സാധിക്കാത്ത അത്രയും വസ്ത്രങ്ങള് കൊടുത്തു എന്നാണ്. അങ്ങനെ ഭഗവാൻ രക്ഷയ്ക്കെത്താണ്, ദ്രൗപദിയുടെ രക്ഷയ്ക്കെത്താണ്. അങ്ങനെ അത് ഒരു സന്ദർഭം, അത് വളരെ വലിയൊരു സന്ദർഭം. പിന്നീട് കാട്ടില് വെച്ചിട്ട് അജ്ഞാതവാസത്തിന്റെ സമയത്ത് പാഞ്ചാലിക്ക് ഒരു അക്ഷയപാത്രം ഉണ്ടായിരുന്നു. അതില് ഏത് സമയത്തും ഭക്ഷണം, എല്ലാ സംഗതികളും അതിൽ നിന്ന് കിട്ടും. പക്ഷെ ഒരിക്കൽ പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഭക്ഷണം വരില്ല. അങ്ങനെയാണ്. ആ സമയത്താണ് ദുർവാസാവ് മഹർഷി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ കൂടിയിട്ട് അവിടെ എത്തുന്നത്. അപ്പൊ യുധിഷ്ഠിരൻ ഇത് മനസ്സിലാക്കിയില്ല, പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാതെ ആ ദുർവാസാവ് മഹർഷിയെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയൊക്കെ ഭക്ഷണത്തിനായിട്ട് വിളിക്കുകയാണ്. അപ്പൊ അവര് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാനാണ്. ആ സമയത്ത് പാഞ്ചാലി ഭഗവാനെ പ്രാർത്ഥിക്കാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് ഭഗവാൻ അവിടെ വന്ന് ആ പാത്രം അതിലൊരു ചീര കഷ്ണം, ആ ചീര വെള്ളത്തോടു കൂടി കഴിച്ചു എന്നാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ അത് ഭക്ഷിച്ചപ്പോ അതിന്റെ ഇഫക്റ്റ് എവിടെയാണ് ഉണ്ടായത്? ആ ദുർവാസാവ് മഹർഷിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ, അവർക്കൊക്കെ മൃഷ്ടാന്ന ഭോജനം കഴിഞ്ഞ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. അപ്പൊ ഈ ഭക്ഷണത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വയറ് നിറഞ്ഞ പിന്നെ ആർക്കായാലും ഒന്നും കഴിക്കാൻ സാധിക്കില്ല. ഇപ്പൊ പണം കൊടുക്കുകയൊക്കെ ആണെങ്കിൽ എത്ര കിട്ടിയാലും മതിയാവില്ല. പക്ഷെ ഭക്ഷണത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, മതി എന്ന് പറയുമല്ലോ. അതുപോലൊരു അവസ്ഥ ആ ദുർവാസാവ് മഹർഷിക്കും അവരുടെ ശിഷ്യന്മാർക്കും ഉണ്ടായി എന്നാണ്. അപ്പൊ അവരെ അങ്ങനെ തൃപ്തിപ്പെടുത്തി. അപ്പൊ പാണ്ഡവരെ രക്ഷിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ യുദ്ധം ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താണ്. അങ്ങനെ വന്നപ്പോ ആ യുദ്ധം ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ പാണ്ഡവർക്ക് എന്തെങ്കിലും രാജ്യം കൊടുക്കണം എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു ദൂതന്റെ, ഇപ്പൊ ഭഗവാൻ ഭക്തന്മാരുടെ ദാസനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദൂതനായിട്ട് പോലും പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാവാണ് പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് അതിനു മുമ്പ്
യുദ്ധം വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ദുര്യോധനനും അർജുനനും ഭഗവാനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോ അർജുനൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ അർജുനനെ ഭഗവാന്റെ സാമീപ്യം മാത്രം മതി, ഭഗവാൻ കൂടെ മതി, അതാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. ദുര്യോധനന് സൈന്യം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം മാത്രമേ വേണ്ടൂ ഏത് യുദ്ധത്തിലും ജയിക്കാനായിട്ട്. അങ്ങനെ ആ ഒരു സന്ദർഭമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ദൂതനായിട്ട് ചെല്ലുമ്പോ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല എന്നുള്ള ഒരു കഥയൊക്കെ നമ്മൾ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഭഗവാൻ വളരെ താഴ്മയോടുകൂടി ഏതെങ്കിലും വിധത്തില് എന്താ പറയാ ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുകയാണ്. അപ്പോഴൊന്നും സാധിക്കുന്നില്ല. എല്ലാവരും ഭീഷ്മരും ദ്രോണരും ഒക്കെ ഭഗവാനെ ബഹുമാനിച്ചു. പക്ഷെ ദുര്യോധനൻ ധിക്കരിച്ച് മഹർഷി. അപ്പോ പിന്നെ അവിടെ പിന്നെ വേറെ നിവൃത്തിയില്ല. ആ സമയത്താണ് എല്ലാവരും മഹർഷിമാരും എല്ലാവരും കൂടിയിട്ടുള്ള ഇരിക്കുന്ന ഒരു സഭയാണ്. ആ സഭയില് ഭഗവാൻ സ്വന്തം വിശ്വരൂപം കാണിക്കുകയാണ്. വിശ്വരൂപം കാണിച്ചപ്പോ അവിടുത്തെ അരമനയൊക്കെ ഒന്ന് കുലുങ്ങി എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഭയപ്പെട്ടു പോയി. അവര് ശരിക്കും കണ്ടിട്ടില്ല ആ യഥാർത്ഥ രൂപം. അവര് അതുവരെ കണ്ടിട്ടില്ല. ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആർക്കും. പക്ഷെ ഇപ്പൊ സന്ദർഭം വരുമ്പോ അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ ആ തത്വങ്ങളെ എങ്ങനെയാണ് സംഗ്രഹിച്ച് കാച്ചി കുറുക്കി അതിന്റെ ഒരു സംഗതികളും വിട്ടുപോകാതെ എന്നാൽ ഒരു ശ്ലോകത്തിലാണ് ഏകദേശം ഭഗവത്ഗീത മുഴുവനായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അവിടെ അർജുനൻ ആ യുദ്ധമുഖത്ത് ചെന്ന് കൈകാലുകളൊക്കെ വിറച്ചു, കയ്യിൽ നിന്ന് ആയുധം വീണുപോകുന്ന ഒരവസ്ഥയിലെത്തി. കാരണം മുന്നിൽ യുദ്ധം ചെയ്യേണ്ടത് മുത്തച്ഛനോടും അതുപോലെ തന്നെ തന്റെ ഗുരുനാഥനോടും പിന്നെ സഹോദരങ്ങളാണല്ലോ. കൗരവരെന്ന് പറഞ്ഞുകൊണ്ടും സഹോദരങ്ങൾ തന്നെയാണ്. അപ്പൊ അവരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത്. യുദ്ധത്തില് അവരെയൊക്കെ കൊല്ലേണ്ടി വരും എന്നൊക്കെ ഉള്ള ആ ഒരു ഭയം കൊണ്ട് ശരിക്കും ആ ഒരു വിമുഖത വരെയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥ. ശരീരവും മനസ്സും തളർന്ന പോലെയാണ് ഉണ്ടായത്. ആ തളർച്ചയിൽ നിന്ന് ഭഗവാൻ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് പോലെയാണ് അവിടെ കൊടുക്കുന്നത് അർജുനന്. അങ്ങനെ കൃത്യമായിട്ട് ആത്മാവിനെ നാശമില്ല. അതുപോലെ തന്നെ നീ കൊല്ലുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് കുഴപ്പം. നിന്റെ ധർമ്മം നീ അനുഷ്ഠിച്ചാ മതി, നിന്റെ കർമ്മം നീ അനുഷ്ഠിച്ചാ മതി. ക്ഷത്രിയ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അത് യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യുക, സ്വധർമ്മം അനുഷ്ഠിക്കുക. അല്ലെങ്കിൽ നീ നാണക്കേടാണ് നിനക്ക്. സ്വധർമ്മം അനുഷ്ഠിച്ച് യുദ്ധം ചെയ്തു കഴിഞ്ഞ് ജയിക്കുകയാണെങ്കിൽ രാജ്യം കൈവശമാകും. അതല്ല മരിക്കുകയാണെങ്കിൽ അതും ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറഞ്ഞ് ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങള് വളരെ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ആ തളർന്ന് പരവശനായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ അർജുനനെ യുദ്ധത്തിന് തയ്യാറാക്കാണ്. അപ്പൊ അത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഭഗവാൻ കൊടുത്തത്. അങ്ങനെ യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോ അവിടെയും ഭഗവാന്റെ ഭക്തവാത്സല്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടത്തെ സർവ്വസൈന്യാധിപൻ ഭീഷ്മരാണ് കൗരവസേനയ്ക്ക്. അപ്പോ ദുര്യോധനന് അതാണ് ഏറ്റവും വലിയൊരു ധൈര്യം. ഭീഷ്മര് സൈന്യാധിപനായിട്ട് കൂടെ ഉള്ളപ്പോ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. അങ്ങനെ അപ്പൊ ഭീഷ്മര് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. കൃഷ്ണൻ അസ്ത്രം എടുക്കില്ല, ആയുധം എടുക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രതിജ്ഞയെ ഇല്ലായ്മ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ലംഘിക്കാൻ കൃഷ്ണന് അത് ലംഘിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇങ്ങനൊരു പ്രതിജ്ഞ എടുത്തത് ഭീഷ്മര്. അപ്പൊ ഭീഷ്മരും ഭക്തനാണ്. അപ്പൊ ഭക്തന്റെ വാക്കുകൾ സത്യമാക്കുക എന്നുള്ളത് എല്ലായിടത്തും അത് ഭഗവാൻ എപ്പോഴും അത് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ പലതരത്തിലുള്ള യുദ്ധങ്ങൾ, കൂടുതൽ യുദ്ധം. അപ്പൊ സൈന്യമൊക്കെ ധാരാളമായിട്ട് നശിച്ചു പോവാണ്. ആ സമയത്ത് അർജുനന്
ക്ഷീണം, അർജുനന്റെ സേനയ്ക്ക് ക്ഷീണം വരും എന്ന് തോന്നിയിട്ട് ചക്രായുധമെടുത്ത് ഭീഷ്മരുടെ മുന്നിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഭീഷ്മരെന്താ ചെയ്തത്? നമ്രശിരസ്കനായിട്ട് നമസ്കരിക്കുകയാണ് ചെയ്തത് ഭഗവാനെ. അപ്പോ എത്ര കോപത്തോടു കൂടിയാണെങ്കിലും ആ നമ്രശിരസ്കത, അത് മാത്രം ഭക്തന്മാരുടെ ആ നമ്രത, ആ തലകുനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ അഹങ്കാരമില്ലാത്ത ആ ഭാവത്തിനെയാണ് ഭഗവാൻ എപ്പോഴും, അത് മാത്രമാണ് ഭക്തന് ഭഗവാന് സമർപ്പിക്കാനുള്ളത്. അങ്ങനെ പിന്നെ പാണ്ഡവർക്ക് വേണ്ടി ആ യുദ്ധത്തില് ധാരാളം കാര്യങ്ങള് ഭഗവാൻ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളെയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അവിടെ ഭഗദത്തൻ എന്ന ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. ഭഗദത്തൻ നമ്മള് ആ നരകാസുരന്റെ കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നരകാസുരന്റെ മകനാണ് ഭഗദത്തൻ. ഭഗദത്തനെ ഭൂമിദേവിയുടെ ആഗ്രഹപ്രകാരം, അല്ലെങ്കിൽ ഭൂമിദേവി ഭഗവാനോട് വളരെ താഴ്മയായിട്ട് പറഞ്ഞു, ഭഗദത്തനെ വധിക്കരുത്, കാരണം വംശം നിലനിൽക്കണം എന്നുള്ള പേരില്. അതുകൊണ്ട് അന്ന് വധിക്കാതിരുന്നതാണ്. ആ ഭഗദത്തന് അവിടെ നരകാസുരന് 4 കൊമ്പുള്ള ആനകളാണ്. അതില് ഒരു ആനയെ ഭഗദത്തന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ആ ആനപ്പുറത്തിരുന്നിട്ടാണ് ഭഗദത്തൻ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ഭഗദത്തന്റെ നാരായണാസ്ത്രമാണ് ഭഗദത്തൻ പ്രയോഗിച്ചത്. അത് ഭഗവാൻ തന്റെ മാറുകൊണ്ട് തടുത്തു എന്നാണ്. അപ്പൊ മാറിനൊരു അലങ്കാരമാക്കി എന്നാ പറയുന്നത്. അതൊക്കെ അർജുനനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. അർജുനൻ പറഞ്ഞു, ഇന്ന് അല്ലെങ്കിൽ നാളെ സന്ധ്യയ്ക്ക് മുൻപ് ജയദ്രഥനെ വധിക്കും. അപ്പൊ ജയദ്രഥനോട് കുറച്ചൊരു വിരോധമുണ്ട് അർജുനന്. കാരണം മറ്റേ അവരുടെ അജ്ഞാതവാസ സമയത്ത് ഈ ജയദ്രഥൻ പാഞ്ചാലിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ജയദ്രഥൻ എന്ന് പറയുന്നത് കൗരവരുടെ സഹോദരിയായിട്ടുള്ള ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. പക്ഷെ വേണ്ടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ആ ജയദ്രഥനെ വധിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജയദ്രഥനെ അവര് ഒളിച്ചു വെച്ചു. സന്ധ്യയ്ക്ക് മുമ്പ് വധിക്കും എന്ന് പറഞ്ഞപ്പോ ഒളിപ്പിച്ചു വെച്ചപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? ആ സുദർശന ചക്രം കൊണ്ട് സൂര്യഭഗവാനെ മറച്ചു എന്നാണ്. സൂര്യഭഗവാനെ മറയ്ക്കുമ്പോ സന്ധ്യാസമയമായില്ലോ. അപ്പൊ സന്ധ്യാസമയമായി, ജയദ്രഥനെ വധിച്ചിട്ടില്ല. അപ്പൊ ജയദ്രഥൻ പുറത്തു വന്നു. അപ്പൊ അവര് കൗരവസേനയിൽ എല്ലാവർക്കും ഒരു സന്തോഷം. അപ്പൊ അർജുനൻ പറഞ്ഞത് സാധിച്ചില്ലല്ലോ. അങ്ങനെ അപ്പൊ പിന്നീട് ആ സുദർശന ചക്രത്തിനെ മാറ്റിയപ്പോ സന്ധ്യ ആയിട്ടില്ല സമയം. അങ്ങനെ അർജുനൻ വളരെ നിഷ്പ്രയാസം വധിച്ചു ജയദ്രഥനെ എന്നാണ്. പിന്നീട് അതുപോലെ കർണൻ അർജുനന്റെ നേരെ നാഗാസ്ത്രമാണ് അയച്ചത്. നാഗാസ്ത്രം അയച്ചപ്പോ അത് എന്ത് തന്നെയായാലും ഏൽക്കും എന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ രഥം നിൽക്കുന്ന ഭൂമി താഴ്ത്തി എന്നാണ് ഭഗവാൻ. അപ്പൊ താഴ്ത്തി കഴിഞ്ഞപ്പോ ആ കിരീടം മാത്രം മുറിഞ്ഞുപോയി. അങ്ങനെ പല വിധത്തിലും പാണ്ഡവരെ ഭഗവാൻ രക്ഷിച്ചു. അപ്പോ തേരാളിയായിട്ടാണ്, ശരിക്ക് അർജുനന്റെ തേരാളിയായിട്ടാണ്. പക്ഷെ എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞാൽ വളരെയധികം കാര്യങ്ങള് ചെയ്തു എന്നാണ്. അപ്പോ ഈ യുദ്ധമൊക്കെ ഇങ്ങനെ വളരെ കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന സമയത്തും ബലരാമസ്വാമി അവിടെ ഒന്നുമില്ല. ബലരാമസ്വാമി ഒരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. നൈമിഷാരണ്യത്തില് തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പൊ എന്താണ് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്? ദുര്യോധനൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കൃഷ്ണൻ പാണ്ഡവപക്ഷത്താണ്. അപ്പൊ അതുകൊണ്ട് ഒന്നിലും പെടാതെ അദ്ദേഹം യാത്രയ്ക്ക് പോയി. അവിടെ ചെന്നിട്ടും ഒന്നും ചെയ്യാതിരുന്നില്ല. അവിടെ ഒരാളെ വധിച്ചു. അത് കഴിഞ്ഞ് അയാളുടെ മകനെ പുരാണ പാരായണത്തിന് വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെ അവിടെ ഒരു ബെല്ലുലൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസൻ, അത് യാഗങ്ങളൊക്കെ മുടക്കുന്ന ആളാണ്, അയാളെ വധിച്ചു. അങ്ങനെ ഈ യുദ്ധം അവസാനിക്കാറായി എന്ന് കണ്ടപ്പോ കുരുക്ഷേത്രത്തിലേക്ക് ഇവിടേക്ക് തിരിച്ചു വന്നു. അപ്പൊ അവിടെ ഭീമനും ദുര്യോധനനും കൂടിയിട്ടുള്ള ദ്വന്ദ്വ യുദ്ധമാണ് നടക്കുന്നത്. അപ്പൊ അത് അവസാനിക്കുന്നില്ല. അത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കണല്ലോ.
ഇപ്പൊ ജരാസന്ധന്റെ കഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജരാസന്ധനെ വധിച്ചതിന്റെ കഥ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ ദുര്യോധനന് ഒരു വരം ലഭിച്ചിട്ടുണ്ട്. വരം എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹം തന്നെയാണ്. ഗാന്ധാരി കണ്ണ് മൂടിക്കെട്ടിയിട്ടുള്ള ആളാണല്ലോ. അപ്പോ ഗാന്ധാരി ഒരു വരം കൊടുക്കാണ്. വരം മകനാണല്ലോ. അപ്പോ എന്താ പറഞ്ഞത്? വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ വരാൻ പറഞ്ഞു. അപ്പോ അമ്മയാണെങ്കിലും പ്രായമായിട്ടുള്ള മക്കള് അങ്ങനെ അമ്മയുടെ മുന്നില് വിവസ്ത്രരായിട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പോ അരയ്ക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ട് ചെന്നു അമ്മയുടെ അടുത്തേക്ക്. അപ്പൊ ആ അമ്മയുടെ അത്ര നാളത്തെ ആ ശക്തി മുഴുക്കെ മകനിലേക്ക് പ്രസരിപ്പിക്കാനായിരുന്നു അമ്മ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ശരീരത്തിൽ പിന്നെ ഒന്നും ഏൽക്കില്ല. പക്ഷെ അവിടെ ഒരു ചെറിയ ഒരു ശരീരബോധം അല്ലെങ്കിൽ ഒരു അഹങ്കാരം വന്നു, എങ്ങനെയാ ഞാനിത് ചെയ്യാ എന്നുള്ളത്. അങ്ങനെ അരയ്ക്ക് താഴെ വസ്ത്രം. അപ്പൊ ഒരു കവചമായിരുന്നു ശരിക്കും അത്. അതുകൊണ്ട് ഭഗവാൻ അപ്പൊ എന്താണ് ചെയ്തത്? ദുര്യോധനന്റെ തൊടയിൽ അടിച്ചാൽ മാത്രമേ ദുര്യോധനനെ വധിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ അത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ദുര്യോധനന്റെ കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നത് അശ്വത്ഥാമാവിന്റെ, ദ്രോണാചാര്യന്റെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവിന്റെ കഥയാണ് പറയുന്നത്. അവിടെയും അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അപ്പൊ അർജുനനും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. പക്ഷെ ഈ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങൾ കൂടി കഴിഞ്ഞാൽ അത് വലിയൊരു അപകടം ഉണ്ടാവും. അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അശ്വത്ഥാമാവിന് അറിയില്ല. അപ്പൊ അർജുനനോട് തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അത് അവസാനിപ്പിച്ചു. പക്ഷെ ആ അശ്വത്ഥാമാവിനെ ആ വിരോധം തീർന്നില്ല. അശ്വത്ഥാമാവ് എന്താ ചെയ്തത്? ആ പാഞ്ചാലി പുത്രന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു. ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടികളെയാണ് കൊന്നുകളഞ്ഞത്. അപ്പൊ അങ്ങനെ വീണ്ടും അശ്വത്ഥാമാവിനോട് എതിർത്തു. അപ്പൊ അശ്വത്ഥാമാവ് അതിനെ കൊന്നില്ല. ആ തലയിലുണ്ടായിരുന്ന ഒരു രത്നം, ഒരു ശിരോരത്നം അത് പറിച്ചെടുത്തിട്ട് ഇങ്ങനെ മടക്കി വിടുകയാണ് ചെയ്തത്. പക്ഷെ പാണ്ഡവരുടെ വംശനാശത്തിന് വേണ്ടിയാണ്. അതാണല്ലോ, കുട്ടികളെ കൊന്നു കഴിഞ്ഞാൽ അതാണല്ലോ. അപ്പൊ ആ സമയത്ത് ഉത്തര ഗർഭിണിയായിരുന്നു. ഉത്തരയുടെ ഗർഭത്തില് ആ ഗർഭത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അങ്കുഷ്ഠമാത്രനായിട്ട് ആ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ഗർഭത്തെ രക്ഷിച്ചു എന്നാ പറയുന്നത്. അപ്പൊ പാണ്ഡവരുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പാണ്ഡവരെ സഹായിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത്. അപ്പൊ അശ്വത്ഥാമാവിന് മരണമില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ശിരോരത്നം എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാ വിധത്തിലും പാണ്ഡവരെ വളരെയധികം സംരക്ഷിച്ചു ഭഗവാൻ. അത് കഴിഞ്ഞ് പിന്നീട് അവസാനം നമ്മൾ കാണുന്നത് ഭീഷ്മരുടെ കാര്യമാണ്. ഭീഷ്മര് സ്വച്ഛന്ത മൃത്യു, അദ്ദേഹത്തിന് ഒരു വരം ലഭിച്ചതാണ്. അദ്ദേഹം നിത്യബ്രഹ്മചാരി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനായിട്ടുള്ള ശന്തനു ഭീഷ്മർക്കൊരു വരം കൊടുത്തതാണ് സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണോ ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് മാത്രം ശരീരം ഉപേക്ഷിക്കാം. അപ്പൊ ഉത്തരായണ കാലം ആ ശരശയ്യയിൽ കിടക്കാണ്. അപ്പൊ ഉത്തരായണ കാലം കാത്തു കിടക്കാണ് മരണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്നുള്ളത്. ആ സമയത്ത് ആ ധർമ്മപുത്രരെ അടുത്ത് വിളിച്ച് എല്ലാം ധർമ്മമൊക്കെ ഉപദേശിക്കുകയാണ്. പിന്നെ ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് അവിടെയാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത്. അങ്ങനെ വളരെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള അശ്വമേധ യാഗങ്ങളൊക്കെ കഴിപ്പിച്ചു യുധിഷ്ഠിരനെ കൊണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും വളരെ മംഗളമാക്കി, എല്ലാ സംഗതികളും വേണ്ടതിലധികം ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ദ്വാരകയില് തിരിച്ചെഴുന്നള്ളാണ് ഭഗവാൻ. അപ്പോ പറയാണ്, അങ്ങനെ ഉള്ള അല്ലയോ ഭഗവാനെ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാന് സമർപ്പിക്കുന്നത്. അപ്പൊ ഭഗവാനും ധാരാളം കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു മേൽപ്പത്തൂര്. അപ്പൊ മേൽപ്പത്തൂര് പറയാൻ വിചാരിച്ചിട്ടുണ്ടാവും, പാണ്ഡവരെയൊക്കെ ഭക്തരായിട്ടുള്ള പാണ്ഡവരെയൊക്കെ ഇങ്ങനെ സംരക്ഷിച്ചില്ലേ, ഞാനും അങ്ങയുടെ ഭക്തനാണ്, എന്നെയും രക്ഷിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി അതിന്റെ കൂടെ ഉണ്ട്. നമുക്കും പ്രാർത്ഥിക്കാം. ഈ നാരായണീയ
പഠനം അല്ലെങ്കിൽ നാരായണീയ സബര്യ ചെയ്യുന്ന ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണേ ഭഗവാനെ. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭക്തിയുടെ ഓരോ സ്ഫുരണങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ പഠിക്കാനും ഇത് ചൊല്ലാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച ആ ഭക്തി എന്നുള്ള ഭാവം കൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള ഞങ്ങളെ എല്ലാം രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ദശകം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം.